ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കർണാടകയിലെ മണിപ്പാൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. സംസ്കാരം അല്പസമയത്തിനകം കർണാടക ഉടുപ്പി ബീഡിനഗുഡയിലെ പൊതുശ്മശാനത്തിൽ നടക്കും. പൊതുദർശനമുണ്ടാകില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണുവും സംസ്കാര ചടങ്ങുകൾ ഉടുപ്പി ബീഡനഗുഡയിലെ പൊതുശ്മശാനത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഔദ്യോഗികമായി പൊതുദർശനം ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ മണിപ്പാലിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വളരെ കുറച്ചു പേർ മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഈ മരണാനന്തര ചടങ്ങുകൾ, മറ്റു ചടങ്ങുകൾ ഒഴിവാക്കിയതെന്നാണ് ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 9:15 മണിപ്പാലിലെ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി അദ്ദേഹം അർബുദ ബാധിതനായിരുന്നു. ആ രോഗം കഴിഞ്ഞ ദിവസമാണ് മൂർച്ഛിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇന്നലെ രാത്രി സംഭവിച്ചത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വൈദ്യരംഗത്തെ അതികായകൻ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ ചികിത്സ, അതോടൊപ്പം ഗവേഷണ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നമുക്ക് ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഈ ഹൃദയ ശസ്ത്രക്രിയ വാൽവ് ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്തത് ഏറെ നമുക്ക് പ്രാദേശികമായി സാധാരണക്കാർക്കൊക്കെ വലിയ പ്രയോജനകരമായതാണ്. വലിയ ചെലവ് കൊടുത്ത് വിദേശത്ത് നിന്ന് ഈ ശസ്ത്രക്രിയ വാൽവ് ഇവിടെ എത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് അദ്ദേഹം തന്നെ ഇവിടെ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ഈ മെഡിക്കൽ ചികിത്സാ രംഗത്ത് അദ്ദേഹത്തിന്റെ ചികിത്സക്കൊപ്പം തന്നെ ഈ നൂതനമായ സാങ്കേതിക തലങ്ങൾ കൂടി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭാവനകൾ അദ്ദേഹം ഇന്ത്യൻ വൈദ്യരംഗത്തിന് നൽകിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് വിടവാങ്ങൽ എന്തായാലും ഇന്ത്യൻ വൈദ്യരംഗത്തിന് വലിയ തീരാ നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാകും. വേണു. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.